الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تمدن عينيك إلى ما متعنا به أزواجا منكم ولا تمدن عينيك إلى ما متعنا به أزواجا منكم زهرة الحياة الدنيا لنفتنهم فيه ورزق ربك خير وأبقى صدق الله العلي العظيم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് മുത്തഖീങ്ങളായി തീരാൻ എന്നെയും നിങ്ങളെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൻ്റെ അവകാശികളായ അവൻ്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സന്തോഷവും ദുഃഖവും മനുഷ്യജീവിതത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ ജീവിതത്തിൽ സന്തോഷങ്ങൾ ധാരാളമായിട്ടുണ്ടാവാറുണ്ട്. അതേപോലെ ദുഃഖിക്കേണ്ടുന്ന അവസരങ്ങളും ധാരാളമായിട്ട് ഉണ്ടാവാറുണ്ട്. ദുഃഖിക്കാൻ നമുക്ക് കഴിയുന്നത് കൊണ്ടാണ്, ദുഃഖമുള്ള സന്ദർഭങ്ങൾ നമുക്കുള്ളത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് സന്തോഷിക്കാനും കഴിയുന്നത്. ദുഃഖിക്കാൻ കഴിയാത്തവർക്ക് ഒരിക്കലും സന്തോഷിക്കാൻ കഴിയുകയില്ല. അതേ സന്ദർഭത്തിൽ ദുഃഖത്തിൽ നമ്മുടെ ജീവിതത്തെ തളച്ചിടുകയാണെങ്കിൽ നമ്മുടെ ജീവിതം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നതാണ്. സന്തോഷത്തിൽ നമ്മുടെ ജീവിതത്തെ തളച്ചിടുകയാണെങ്കിലും നമ്മുടെ ജീവിതം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നതാണ്. സന്തോഷത്തിൽ നമ്മുടെ ജീവിതത്തെ തളച്ചിടുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മളെല്ലാം മറന്നു പോകുന്നു എന്നതാണ്. നമ്മൾ അള്ളാഹുവിനെ മറക്കുന്നു, നമ്മൾ ആഖിറത്തിനെ മറക്കുന്നു, ഇഹലോകത്ത് തന്നെ നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ചുള്ള മറവി നമുക്കുണ്ട്. എല്ലാം മറന്ന് കടിഞ്ഞാണില്ലാത്തവനായി മാറുമ്പോഴാണ് സന്തോഷത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ തളച്ചിടാൻ സാധിക്കുന്നത്. ഇതേപോലെ തന്നെ നമ്മൾ ദുഃഖത്തിൽ നമ്മുടെ ജീവിതത്തെ തളച്ചിടുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അള്ളാഹുവിൽ ഒന്നും വരവേൽപ്പിക്കാൻ കഴിയുന്നില്ല. അള്ളാഹുവിൻ്റെ വിധിയിൽ നമുക്ക് ദൃഢവിശ്വാസമില്ല. ആഖിറത്തിൽ വരാനിരിക്കുന്ന സകലമാന അള്ളാഹുവിൻ്റെ പ്രതിഫലങ്ങളെക്കുറിച്ചും നമ്മൾ ഓർക്കുന്നേ ഇല്ല. നമ്മൾ അകപ്പെട്ടു പോയ ദുഃഖത്തിൽ നമ്മൾ ജീവിതത്തെ തളച്ചിട്ടുകൊണ്ട് അള്ളാഹുവിനെ മറന്ന് ഒരു പ്രതീക്ഷയും വെച്ച് പുലർത്താത്ത
തികച്ചും അവിശ്വാസിയെ പോലെ നമ്മൾ പെരുമാറുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദുഃഖമുണ്ട്, സന്തോഷമുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതം ഒരിക്കലും ദുഃഖത്തിൽ തളച്ചിടുന്നതല്ല. ഒരു വിശ്വാസിയുടെ ജീവിതം ഒരിക്കലും ദുഃഖത്തിൽ തളച്ചിടുന്നതല്ല, അതോടൊപ്പം തന്നെ സന്തോഷത്തിലും തളച്ചിടുന്നതല്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെയൊക്കെ ഓർമ്മയിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടുന്ന ഒരു കാര്യം പ്രത്യേകമായി പഠിപ്പിച്ചിരിക്കുന്നത്, ഇന്നല്ലാഹ അസ്സ വജല്ല ബിഖിസ്തിഹി, അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ നീതിയാൽ ജഅലൽ ഫറഹ വറൂഹ മിൻ റിളാ വൽ യഖീൻ, അല്ലാഹു അവന്റെ നീതിയാൽ സന്തോഷത്തെയും ആശ്വാസത്തെയും ദൃഢവിശ്വാസത്തിന്റെയും സംതൃപ്തിയുടെയും പ്രതിഫലമായി നിശ്ചയിച്ചിരിക്കുന്നു. ദൃഢവിശ്വാസത്തിന്റെയും സംതൃപ്തിയുടെയും പ്രതിഫലമായി ആശ്വാസത്തെയും സന്തോഷത്തെയും അല്ലാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചിരിക്കുകയാണ്. വജഅലൽ ഗമ്മ വൽ ഹുസ്ന, വ്യാകുലതകളും ദുഃഖങ്ങളും ഫി സുഖ്തി വശക്കി, അത് അവിശ്വാസം അഥവാ വിശ്വാസമില്ലായ്മ, സംശയത്തിലും അസംതൃപ്തിയുടെയും ഫലമായിട്ടാണ് അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്നത് ദുഃഖവും വ്യാകുലതയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ മനസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട്, നമ്മുടെ മനസ്സിന്റെ പ്രവണതകളുമായി ബന്ധപ്പെട്ട് ഉജ്ജ്വലമായ സത്യത്തിന്റെ ഒരു അനാവരണമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സുന്ദരമായ വചനത്തിലൂടെ നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. നമ്മുടെ മനസ്സിന്റെ പ്രവണതകൾ, നമ്മൾ പലപ്പോഴും സന്തോഷിക്കുന്നു, പലപ്പോഴും നമ്മൾ ദുഃഖിക്കുന്നു. സന്തോഷത്തിന്റെ അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ വിശ്വാസിക്ക് മാത്രമാണ് ആ സന്തോഷത്തെ നിയന്ത്രിച്ചുകൊണ്ട് അനുഭവിക്കാൻ കഴിയുന്നത്. വിശ്വാസി അല്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം അവൻ അനിയന്ത്രിതമായി സന്തോഷത്തിൽ കയറൂരി വിടുന്നു. അവന്റെ നിയന്ത്രണങ്ങൾ പൊട്ടിച്ചുകൊണ്ട് എല്ലാം മറന്ന് അവൻ സന്തോഷിക്കാൻ പോകുന്നു. പക്ഷേ വിശ്വാസി നിയന്ത്രണത്തോടുകൂടി സന്തോഷിക്കുന്നവനാണ്. അതേപോലെ തന്നെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദുഃഖത്തിന്റെ സന്ദർഭങ്ങൾ ഉണ്ടാകുന്നു. പക്ഷെ ദുഃഖത്തിൽ ഒരിക്കലും തന്നെ അവന്റെ ജീവിതത്തെ അവൻ തളച്ചിടുന്നില്ല. അവൻ അപ്പുറവും ഇപ്പുറവും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, അള്ളാഹുവിനെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുന്നു, ആഖിറത്തിനെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുന്നു. അള്ളാഹു നൽകുന്ന ഓരോന്നിലും അള്ളാഹുവിന് കൃത്യമായ ലക്ഷ്യവും ഉദ്ദേശങ്ങളുമുണ്ടെന്നും അള്ളാഹു പലതിലും നന്മയാണ് ആഗ്രഹിക്കുന്നത് എന്നും, അതുകൊണ്ട് തന്നെ എന്റെ ഈ ദുഃഖം അതിൽ എന്റെ ജീവിതത്തെ തളച്ചിടുന്നതിൽ അർത്ഥമില്ല, ഈ ദുഃഖത്തിന് ശേഷം ഒരു സന്തോഷമുണ്ട് എന്ന ഒരു വിചാരത്തിൽ, ഒരു വിശ്വാസത്തിൽ, ദൃഢവിശ്വാസത്തിൽ ആ ദുഃഖത്തിൽ നിന്ന് സന്തോഷത്തിലേക്ക് കടന്നു പോകാൻ അവന് കഴിയുന്നു. ഇത് വിശ്വാസിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന, നമ്മുടെ മനസ്സിന്റെ പ്രവണതകളുമായി ബന്ധപ്പെട്ട് ഓർമ്മപ്പെടുത്തുന്ന ഒരു ഉജ്ജ്വലമായ സത്യത്തിന്റെ പ്രകാശനമാണ് യഥാർത്ഥത്തിൽ ഈ പ്രവാചക വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ നമ്മുടെ മനസ്സിനെ അറിയുന്നുവെങ്കിൽ, നമ്മൾ നമ്മുടെ രക്ഷിതാവിനെ അള്ളാഹുവിനെ നമ്മൾ അറിയുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മനഃശാന്തി ലഭിക്കുന്നു. അള്ളാഹുവിന്റെ കാര്യത്തിൽ നമ്മൾ സംതൃപ്തരാണ്, നമ്മുടെ മനസ്സിന്റെ കാര്യത്തിൽ നമ്മൾ സംതൃപ്തരാണ് എങ്കിൽ ഇന്നിനെയും വർത്തമാനകാലത്തെയും നമുക്ക് സന്തോഷത്തോടുകൂടി, ഒരു വിശ്വാസിയുടെ സമാധാനത്തോടുകൂടി സംരക്ഷിച്ചു നിർത്താൻ നമുക്ക് കഴിയുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ അള്ളാഹുവിലും ആഖിറത്തിലും, അത് രണ്ട്, അള്ളാഹുവിനെ കുറിച്ചും ആഖിറത്തിനെ കുറിച്ചുമുള്ള നമ്മുടെ ദൃഢവിശ്വാസം നമുക്ക് നാളെയെക്കുറിച്ച് പ്രതീക്ഷ നൽകുന്നു, നമുക്ക് നമ്മുടെ ആഖിറത്തിനെ കുറിച്ച് പ്രതീക്ഷ നൽകുന്നു. ഇന്ന് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്ത് നമ്മുടെ മനസ്സിനെ കുറിച്ചും അള്ളാഹുവിനെ കുറിച്ചും നമ്മൾ സംതൃപ്തരാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു തന്ന സംവിധാനത്തിൽ സംതൃപ്തരായി, ഒരു മുഅ്മിൻ എന്ന നിലയ്ക്ക് സംതൃപ്തരായി ജീവിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ, അള്ളാഹുവിൽ നമ്മൾ സംതൃപ്തരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഇഹലോകവും സംതൃപ്തമായിരിക്കും, സമാധാനപൂർണമായിരിക്കും. അസ്വസ്ഥതയും നിരാശയും നമ്മളെ പിടികൂടുക തന്നെ ഇല്ല. അള്ളാഹുവിലും ആഖിറത്തിലുമുള്ള നമ്മുടെ വിശ്വാസം ദൃഢമാണെങ്കിലോ ഭാവിയെക്കുറിച്ച് നമുക്ക് പ്രതീക്ഷകളാണ്. ഇഹലോകത്ത് തന്നെ നമുക്ക് ഭാവിയെക്കുറിച്ച് പ്രതീക്ഷകളാണ്. ആഖിറത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴും നമുക്ക് നല്ല പ്രതീക്ഷയുണ്ട്. അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കാൻ കഴിയും, അള്ളാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ കഴിയും, അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസനാവാൻ സാധിക്കും, അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ അവകാശിയാവാൻ എനിക്ക് കഴിയും. നല്ല ബോധ്യമുണ്ടോ? തീർച്ചയായിട്ടും നമ്മുടെ വിശ്വാസം നമുക്ക് ഭാവിയെക്കുറിച്ചും ആഖിറത്തിനെ കുറിച്ചും നമുക്ക് പ്രതീക്ഷ നൽകുന്നു എന്നുള്ളതാണ്. വിശ്വാസി എപ്പോഴും ദുഃഖത്തെ മറികടക്കും എന്നുള്ളതാണ്.
വിശ്വാസിക്ക് ദുഃഖമുണ്ടാവും, ദുഃഖമുണ്ടാവുകയില്ല എന്നെവിടെയും പറഞ്ഞിട്ടില്ല. കാരണം സന്തോഷത്തിന്റെ തന്നെ ഒരു അടിസ്ഥാനമാണ് നമുക്ക് ദുഃഖിക്കാൻ കഴിയുന്നു എന്നുള്ളത്. ദുഃഖിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് നമുക്ക് സന്തോഷം ഉണ്ടാകുന്നത്. അതുകൊണ്ട് സത്യവിശ്വാസിയോടും പ്രവാചകന്മാരോടൊക്കെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ദുഃഖിക്കേണ്ടതില്ല, നീ പ്രയാസപ്പെടേണ്ടതില്ല എന്ന് പലപ്പോഴും ഓർമ്മപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ദുഃഖം വിശ്വാസികൾക്കുണ്ട്. പക്ഷേ വിശ്വാസികളുടെ പ്രത്യേകത, അവർ ദുഃഖത്തെ വിശ്വാസം കൊണ്ട് മറികടക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ വേദനകളെ, നമ്മുടെ പ്രയാസങ്ങളെ, മാനസികമായ അസ്വസ്ഥതകളെ നമ്മൾ വിശ്വാസം കൊണ്ട് മറികടക്കുന്നു. ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ ആലോചിക്കേണ്ടതും ആത്മപരിശോധന നടത്തേണ്ടതുമായ കാര്യം, എന്റെ സന്തോഷ സന്ദർഭങ്ങളിൽ ഞാൻ അതിരുവിട്ട് സന്തോഷിക്കുന്നുണ്ടോ? അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് എന്റെ സന്തോഷത്തെ വിശ്വാസം കൊണ്ട് നിയന്ത്രിക്കാൻ എനിക്ക് കഴിയുന്നുണ്ടോ? ഞാൻ ദുഃഖത്തിലേക്ക് എടുത്തെറിയപ്പെടുമ്പോ, നിരാശയിലേക്ക് എടുത്തെറിയപ്പെടുമ്പോ ഒരു ഭൗതികവാദിയെ പോലെ താളം തെറ്റുന്നുണ്ടോ, തളർന്നു പോകുന്നുണ്ടോ? അതല്ല, എനിക്ക് വിശ്വാസത്തിന്റെ കരുത്തിൽ എന്റെ ദുഃഖത്തെ മറികടക്കാൻ എനിക്ക് കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. കാരണം വിശ്വാസിയുടെ പ്രത്യേകതയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ ഇതാണ്. അജബൻ ലി അംറിൽ മുഅ്മിൻ, മുഅ്മിന്റെ കാര്യം വളരെ അത്ഭുതകരം തന്നെയാണ്. ഇൻ അംറഹു കുല്ലുഹു ലഹു ഖൈറുൻ, അവനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും വിശ്വാസിക്ക് അതെന്താവട്ടെ, എല്ലാ കാര്യങ്ങളും അവൻ ഖൈറായിട്ട്, നന്മയായിട്ട് കാണാൻ, സമീപിക്കാൻ അവന് സാധിക്കുന്നു. വലൈസ ദാലിക ലി അഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ, വിശ്വാസിക്ക് മാത്രമേ അങ്ങനെ കഴിയുകയുള്ളൂ. വിശ്വാസി അല്ലാത്ത ആരെയും നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല. എല്ലാ കാര്യങ്ങളും നന്മയായിട്ട് കാണുക, എല്ലാത്തിലും പുണ്യം കണ്ടെത്തുക, എല്ലാത്തിലും ഖൈർ കണ്ടെത്തുക, എല്ലാത്തിനെയും ശപിക്കുന്ന, എല്ലാത്തിലും വെറുപ്പും നിരാശയും വിഷമവുമുള്ളവനല്ല ഒരിക്കലും സത്യവിശ്വാസി. പകരം സത്യവിശ്വാസി എല്ലാത്തിലും നന്മകൾ കണ്ടെത്തുന്നവനാണ്. വിശ്വാസിക്ക് മാത്രമേ അങ്ങനെ കഴിയൂ. ഇൻ അസ്വാബത്തുഹു സറാഉ, അവന് സന്തോഷത്തിന്റെ സമയങ്ങൾ ഉണ്ടായാൽ, സന്ദർഭങ്ങൾ ഉണ്ടായാൽ ഒരിക്കലും തന്നെ അവൻ ചരട് പൊട്ടിച്ചു പോവുകയില്ല, നിയന്ത്രണം വിട്ടു പോവുകയില്ല. പകരം ശക്കറ, അള്ളാഹുവിനോട് നന്ദിയുള്ളവനായിത്തീരും. സന്തോഷത്തിന്റെ, ആഹ്ലാദത്തിന്റെ, ആനന്ദത്തിന്റെ നല്ല അവസരങ്ങൾ അവന്റെ മുമ്പിൽ അവന് കിട്ടുമ്പോ ശക്കറ, അവൻ മതിമറക്കാതെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അള്ളാഹുവിന് ശുക്ർ ചെയ്തുകൊണ്ടിരിക്കും, അള്ളാഹുവിനോട് കൂടുതൽ അടുക്കും, കൂടുതൽ തസ്ബീഹ് ചെയ്യും. അതാണ് വിശ്വാസിയുടെ പ്രത്യേകത. ഫക്കാന ഖൈറുൽ ലഹു, കാരണം അവൻ അതിൽ നന്മ കണ്ടെത്തുന്നു, അതവന് നന്മയായിട്ട് ഭവിക്കുന്നു എന്നതാണ്. ഫഇൻ അസാബതുഹു ലറാഉ, ഇനി അവന് വല്ല ആപത്തുമാണ് വന്ന് ഭവിക്കുന്നതെങ്കിൽ, ഒരു വിശ്വാസിക്ക് ഒരു ബുദ്ധിമുട്ട് വരുന്നു, പ്രയാസമുണ്ടാകുന്നു, എന്തെങ്കിലും ആപത്താണ് അവനെ വന്ന് ഭവിക്കുന്നതെങ്കിൽ സ്വബറ, ഉടനെ പതറുകയില്ല, നിരാശയിലേക്ക് എടുത്തെറിയപ്പെടുകയില്ല, ജീവിതത്തിൽ നിന്ന് ഒളിച്ചോട്ടം നടത്തുന്നതിനെ കുറിച്ചുള്ള അബദ്ധ ചിന്തകളിലേക്ക് അവൻ പോവുകയില്ല. പകരം അവനെ സംബന്ധിച്ചിടത്തോളം സ്വബറ, അവൻ അള്ളാഹുവിനെ കാണുന്നു, അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുന്നു. അള്ളാഹു എനിക്കിപ്പോൾ വന്നു ചേർന്ന ഈ ആപത്തിന് ശേഷം എനിക്കൊരു എളുപ്പമുണ്ട്, ഒരുപക്ഷെ ഞാൻ പ്രതീക്ഷിക്കുന്നതല്ല, ഭൗതികമായ എന്റെ വിലയിരുത്തലുകൾക്കപ്പുറം അള്ളാഹു എനിക്ക് ചില നന്മകൾ കണ്ടിട്ടുണ്ടാകും, ആ നന്മകൾക്ക് വേണ്ടിയാണ് എനിക്ക് ഈ പ്രയാസമെന്ന് അവൻ തിരിച്ചറിയുന്നു. അങ്ങനെ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് സ്വബറ, അവന് ക്ഷമിക്കാൻ കഴിയുന്നു. ഒരിക്കലും തന്നെ അവൻ നിരാശപ്പെടുകയോ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോട്ടം നടത്തുകയില്ല. ഫക്കാന ഖൈറുൽ ലഹു, അവനെ സംബന്ധിച്ചിടത്തോളം അത് അവനപ്പോൾ വളരെ അത് പുണ്യമായിട്ടത് കാണുന്നു, നന്മയായിട്ടത് ഭവിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതൊരിക്കലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല. ഈ നന്ദി കാണിക്കുന്നു, സന്തോഷമുണ്ടാകുമ്പോൾ എന്ന് പറയുന്നത് വിശ്വാസിയുടെ പ്രത്യേകതയാണ്. അവിശ്വാസി എപ്പോഴൊക്കെ സന്തോഷമുണ്ടാകുന്നുവോ അവൻ ധിക്കാരിയായി മാറുന്നു, അവൻ കൂടുതൽ ആഹ്ലാദിക്കുന്നു, കൂടുതൽ ആനന്ദിക്കുന്നു, അവൻ കടിഞ്ഞാണില്ലാതെ സഞ്ചരിക്കുന്നു, അള്ളാഹുവിനെ മറക്കുന്നു, അവൻ മറ്റുള്ളവർക്ക് സമൂഹത്തിൽ ഒരു സാമൂഹ്യ ദ്രോഹി വരെ ആയിത്തീരുന്നു അവന്റെ അനുഗ്രഹങ്ങളിലൂടെ, അവന്റെ നേട്ടങ്ങളിലൂടെ, അവന്റെ അഭിവൃദ്ധികളിലൂടെ. ഇത് ഒരിക്കലും തന്നെ ഒരു വിശ്വാസിക്ക് സാധ്യമായ കാര്യമല്ല. വിശ്വാസി നന്ദിയുള്ളവനായിത്തീരുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മിപ്പിക്കുന്നു, അള്ളാഹുവിന്റെ റസൂൽ ഓർമ്മിപ്പിക്കുന്നു. ഇതേപോലെ തന്നെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ഉണ്ടാകുമ്പോൾ അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരിക്കലും തന്നെ അവന്റെ ജീവിതത്തെ പരലോകത്തോട് ബന്ധിപ്പിക്കാത്തതുകൊണ്ട്, അള്ളാഹുവിനോട് ബന്ധിപ്പിക്കാത്തതുകൊണ്ട് ഭൗതിക ലോകത്ത് നേരിടുന്ന, അഭിമുഖീകരിക്കുന്ന ആപത്തുകളെ അതോടുകൂടി അവൻ തകർന്നു പോകുന്നു, മാനസികമായിട്ട് തളരുന്നു. അതുകൊണ്ട് ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള,
ശ്രമങ്ങളെക്കുറിച്ച് അവൻ ആലോചിക്കുന്നു. ഇതാണ് അവിശ്വാസിയുടെ പ്രത്യേകത. അവൻ നിരാശനാകുന്നു, അല്ലെങ്കിൽ മാനസിക വിഭ്രാന്തിയിലേക്ക് എടുത്തെറിയപ്പെടുന്നു. ഇത് അവന്റെ പ്രത്യേകതയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വചനങ്ങളിലൂടെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ വിശ്വാസിയുടെ ഏറ്റവും വലിയ പ്രത്യേകത വിധിച്ചതിൽ സംതൃപ്തനാവാൻ സാധിക്കുക എന്നുള്ളതാണ്. വിധിച്ചതിൽ സംതൃപ്തനാവാൻ സാധിക്കുക. നമ്മൾ ഒന്ന് മാത്രം ആലോചിച്ചാൽ മതി. നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന ആപത്തുകൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, യഥാർത്ഥത്തിൽ അതിനെ മറികടക്കാൻ നമുക്ക് കഴിയില്ല എങ്കിൽ, നമ്മുടെ കഴിവുകൾക്ക് അതീതമായ, നമ്മുടെ കഴിവിൽ പെടാത്ത, നമ്മുടെ കഴിവുകൾ കൊണ്ട് മറികടക്കാൻ കഴിയാത്ത, മനുഷ്യന് അസാധ്യമായ പ്രതിസന്ധികൾ മനുഷ്യന്റെ മുമ്പിൽ വന്നുപെടുമ്പോൾ നിരാശപ്പെടുന്നതിന് എന്താ അർത്ഥം? അവിടെയാണ് വിശ്വാസി ദൃഢവിശ്വാസിയായിട്ട് പെരുമാറുന്നത്. അവിടെയാണ് അവന്റെ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത്. എന്നാലാവുന്നത് ഞാൻ ചെയ്തു കഴിഞ്ഞു, എന്നാലാവുന്നത് എനിക്കിതിൽ ഇനി ഒന്നും ചെയ്യാനില്ല, എല്ലാം ചെയ്തിരിക്കുന്നു, ഒന്നും ചെയ്യാതെ അള്ളാഹു എന്നെ നോക്കിക്കൊള്ളും എന്നത് ഒരിക്കലും തന്നെ സത്യവിശ്വാസി പഠിച്ച കാര്യമല്ല, പഠിപ്പിച്ച കാര്യവുമല്ല. എനിക്കാവുന്നതൊക്കെ നിർവഹിച്ചതിന് ശേഷം അള്ളാഹുവിൽ ഫലമേൽപ്പിക്കാൻ നമുക്ക് കഴിയുമോ? നമുക്ക് അതീതമായ, നമ്മുടെ കഴിവിൽപ്പെടാത്ത കാര്യങ്ങളിൽ ഒരിക്കലും തന്നെ നിരാശയിലേക്ക് എടുത്തെറിയപ്പെട്ടതുകൊണ്ടോ അസ്വസ്ഥനായതുകൊണ്ടോ ഒരു പ്രശ്നവും പരിഹരിക്കപ്പെടുന്നില്ല. ഇവിടെയാണ് വിശ്വാസി അള്ളാഹുവിൽ ഫലമേൽക്കുന്നത്. അവൻ സമാധാനത്തിലേക്ക് പോകുന്നു. അവൻ ദുഃഖത്തെ വിശ്വാസം കൊണ്ട് മറികടക്കുന്നു. ദുഃഖത്തിൽ നിന്ന് സന്തോഷത്തിലേക്ക് സഞ്ചരിക്കാൻ അവന് സാധിക്കുന്നു. ദുഃഖത്തിന് ശേഷം അവന് സന്തോഷമുണ്ട്. ദുഃഖവും സന്തോഷവും യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ രണ്ട് വശങ്ങളാണ്. ഒന്നിനെ ശരിപ്പെടുത്തുന്നു, ഒന്നിന്റെ നിലനിൽപ്പിന്റെ അനിവാര്യമാണ്. പക്ഷെ അതിനെ വിശ്വാസി നിയന്ത്രിച്ചുകൊണ്ട് മറികടക്കുന്നു എന്നതാണ്. ഇതാണ് വിശ്വാസിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിൻ സആദത്തി ഇബ്നി ആദം സന്തതികളുടെ സൗഭാഗ്യം എന്ന് പറയുന്നത് റിലാഹു ബിമാ ഖലല്ലാഹു ലഹു, അള്ളാഹു അവന് എന്താണോ വിധിച്ചത് അതിൽ അവൻ തൃപ്തനായി തീരുക എന്നുള്ളതാണ്. അള്ളാഹു അവൻ എന്ത് വിധിച്ചോ അതിൽ തൃപ്തനായി തീരുക. ഈ വിധിക്കപ്പുറത്ത് തീർച്ചയായിട്ടും ഒരു നന്മയുണ്ട്, ഇതിലൊരു ഖൈറുണ്ടാകും. നമ്മൾ ആലോചിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും. ഓരോ സംഭവങ്ങളും മുമ്പിൽ വന്ന് വീഴുമ്പോൾ നമ്മൾ ഒറ്റയടിക്ക് വിലയിരുത്തുമ്പോൾ നമുക്ക് തോന്നും, നമുക്ക് എന്തോ അദാബ് വന്നിരിക്കുന്നു, എന്തോ ആപത്ത് വന്നിരിക്കുന്നു, എന്നെന്താ ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകും. പക്ഷേ അതിലും വലിയ ഒരു ആപത്തിൽ നിന്ന് അള്ളാഹു എന്നെ രക്ഷപ്പെടുത്തിയതാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടണമെങ്കിൽ നമ്മുടെ കണ്ണും കാതും അത്രമാത്രം തഖ്വയിൽ ചാലിച്ചെടുത്തതായിരിക്കണം. തഖ്വയുടേതായ ഒരു കണ്ണും കാതും നമുക്കുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ചിന്തയും ഒരു മനസ്സും നമുക്കുണ്ടാകുന്നെങ്കിൽ നമ്മുടെ മുമ്പിൽ വന്ന് ഭവിക്കുന്ന ഓരോ ആപത്തിനെയും നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ഇതാ വലിയ ഒരു ആപത്തിൽ നിന്ന് അള്ളാഹു എന്നെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു, ഇതിനപ്പുറത്ത് എനിക്കൊരു ഖൈർ ഇതാ അള്ളാഹു തരാനിരിക്കുകയാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, എല്ലാം അവർക്ക് പുണ്യമാണ്, എല്ലാത്തിലും അവർ നന്മയെ കാണുന്നു എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. ഒരു പാശ്ചാത്യനായ ഒരു പ്രഗത്ഭനായ ഒരു ചിന്തകൻ FC ബോധലി എന്ന് പറയുന്ന ഒരു ചിന്തകൻ, അദ്ദേഹത്തിന്റെ ഒരു രചനയിൽ ജീവചരിത്രം എഴുതിയപ്പോൾ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ ദൈവത്തിന്റെ പറുദീസയിൽ ജീവിച്ചു എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്. ആ അധ്യായത്തിൽ അദ്ദേഹം എഴുതുകയാണ്, പാശ്ചാത്യനാണ് അദ്ദേഹം ഒരു ദൈവവിശ്വാസിയല്ല. പക്ഷേ കിഴക്ക് പടിഞ്ഞാറ്, ആഫ്രിക്കയുടെ കിഴക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് മരുഭൂമിയിൽ അറബികളോടൊപ്പം അദ്ദേഹം ജീവിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, സംസ്കാര സമ്പന്നരല്ലാത്ത അറബികൾ ആടുകളെ മേഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു കൂട്ടം ആടുകളെയുമായിട്ട് അവർ രാവിലെ അങ്ങോട്ട് പോവുകയാണ്. എവിടെയാണോ രാത്രി എത്തുന്നത് അവിടെ ക്യാമ്പ് ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് ആടുകൾ ഈ ആടുകളെയുമായി സ്വല്പം ഉണങ്ങിയ റൊട്ടിയും പിന്നെ എവിടെയെങ്കിലും വെള്ളം കിട്ടുമ്പോൾ അതും മാത്രം ഭക്ഷണമായി സ്വീകരിച്ചുകൊണ്ട് അവർ നടന്നു പോവുകയാണ്. ആടിന്റെ പാല് കുടിക്കുന്നു, ഇടയ്ക്ക് ചില ആടുകളെ അറുത്ത് അവർ ഭക്ഷിക്കുന്നു. ഇതാണ് ജീവിതം. ഇങ്ങനെ അവർ ആട് നോക്കിക്കൊണ്ടു പോവുകയാണ്. ഞാൻ അവരുടെ കൂടെ 5-6 വർഷം ജീവിച്ചു. അവരുടെ ജീവിതം എന്നെ അത്ഭുതപ്പെടുത്തി. കാലാവസ്ഥയുടെ മാറ്റങ്ങൾ, ഗൾഫിൽ ജീവിച്ചവർക്ക് അതറിയാം. കാലാവസ്ഥയുടെ മാറ്റങ്ങൾ, ഇടയ്ക്ക് വലിയ പൊടിക്കാറ്റുകൾ ഉണ്ടാകുന്നു, ആടുകൂട്ടങ്ങളെ കാണാതാവുന്നു, ആളുകൾ പരസ്പരം കാണാവുന്നു, റോഡുകൾ ഇല്ലാതാവുന്നു. അങ്ങനെ വലിയ പൊടിക്കാറ്റുകൾ ഉണ്ടാകുമ്പോൾ, ചൂട് 55-60 ഡിഗ്രിയിലേക്ക് വരെ ഉയർന്നു വരുമ്പോൾ, കരിഞ്ഞു പോകുന്ന മനുഷ്യർ തന്നെ കരിഞ്ഞു പോകുന്ന ചുടുകാറ്റടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അങ്ങനെ അതിന്റെ ഇടയിൽ ഇവർ ക്ഷമാലുക്കളായി ഒരു വെപ്രാളവുമില്ലാതെ ഒരു ബേജാറുമില്ലാതെ അവരവരുടെ ആട്ടിൻകൂട്ടങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു, എല്ലാം അള്ളാഹുവിൽ ഏൽപ്പിച്ചുകൊണ്ട്. 5 നേരം നമസ്കരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇദ്ദേഹത്തിന്റെ കണ്ണിൽ അവർ അപരിഷ്കൃതരാണ്, കാരണം അവരുടെ വേഷങ്ങളൊക്കെ അങ്ങനെയാണ്, അവരുടെ ജീവിത രീതികളൊക്കെ വളരെ പരുക്കനാണ്. മരുഭൂമിയിൽ, ആ ചുട്ടുതപിച്ച മരുഭൂമിയിൽ ആ മണൽക്കാറ്റടിക്കുമ്പോൾ
അങ്ങനെ ഒരു പ്രകൃതമേ ഉണ്ടാവുകയുള്ളൂ. ഓരോരുത്തരുടെയും ജീവിത പ്രകൃതങ്ങൾ രൂപപ്പെട്ടു വരുന്നത് അവർ ജീവിക്കുന്ന ഭൂമിശാസ്ത്രപരമായ അതിന്റെയൊക്കെ സ്വാധീനങ്ങൾ ഉണ്ടാകും. അത് നമുക്ക് ആളുകളെ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ അവർ നടന്നു പോവുകയാണ്. ഇദ്ദേഹം പറയുന്നു, 8 വർഷം ഞാൻ അവരോടൊപ്പം, അവരുടെ വേഷം ധരിച്ചുകൊണ്ട്, അവരുടെ ആഹാരം കഴിച്ചുകൊണ്ട് അവരോടൊപ്പം ഞാൻ ജീവിച്ചു. 8 വർഷം എന്നെ അത്ഭുതപ്പെടുത്തി. ഒരിക്കൽ ഒരു വലിയ കൊടുങ്കാറ്റടിച്ചു. അത് ചുടുകാറ്റായിരുന്നു. ആ കാറ്റിൽ കുറെ ആടുകൾ ചത്തുപോയി, കുറെ ആടുകൾ പോയി. അങ്ങനെ എല്ലാ കൊടുങ്കാറ്റും കഴിഞ്ഞ് ഞാൻ എന്റെ ജീവിതം അവസാനിച്ചു പോയി എന്ന് വിചാരിച്ച് അറ്റമില്ലാതെ വെപ്രാളപ്പെട്ട് ബേജാറായി അസ്വസ്ഥനായി എന്റെ താളം തെറ്റി നിയന്ത്രണം വിട്ട് വെപ്രാളപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ ഈ അപരിഷ്കൃതരായ അറബികൾ സമാധാനത്തോടുകൂടി അവർ ഒരു ഭാഗത്ത് കൂടിയിരിക്കുന്നു. കൊടുങ്കാറ്റൊക്കെ അവസാനിച്ചു. അവർ ആടുകൂട്ടങ്ങളെ നോക്കി 60% ആടുകളും ചത്തുപോയി. ഈ കൊടുങ്കാറ്റിന്റെ ശക്തിയുണ്ട്. ഇനിയും ചാവാനിരിക്കുന്ന ആടുകളെ പിടിച്ച് അവർ അറുത്ത് ഭക്ഷിച്ചു. എന്നിട്ട് അവർ പറയുകയാണ്, 60% ആടുകൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളൂ. അവർ വിലയിരുത്തുകയാണ്. 60% ആടുകളെ മാത്രമേ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളൂ. ബാക്കി 40% ആടുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ 40% ആടുകളുമായിട്ട് മുന്നോട്ട് പോകാം. അവ പെറ്റുപെരുകി ഇനിയും വലുതാകും, അത് വളരും. അങ്ങനെ നമുക്ക് നമ്മുടേതായ ഈ ജീവിതവുമായിട്ട് മുന്നോട്ട് പോകാം. അവർ സന്തോഷത്തോടുകൂടി ആ ആട്ടിൻകുട്ടികളുമായിട്ട് വീണ്ടും മുന്നോട്ട് പോകുന്നു. എന്നിട്ട് ഇദ്ദേഹം പറയുകയാണ്, ഞാൻ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ പറുദീസയിലായിരുന്നു 8 വർഷം ജീവിച്ചത്. അത്ഭുതപ്പെടുത്തി എന്നെ. പലരും ജീവിതത്തിന്റെ മുമ്പിൽ ഒരു പ്രതിസന്ധി വന്നകപ്പെടുമ്പോഴേക്കും ആകെ നിരാശപ്പെട്ട് താളം തെറ്റി ആകെ കൂടി അപകടത്തിലേക്ക് എടുത്തെറിയപ്പെടുകയാണ്. പക്ഷേ ഈ അപരിഷ്കൃതർ എന്ന് ഞാൻ മനസ്സിലാക്കിയ ഈ അറബികൾ എല്ലാ കാര്യങ്ങളും അവരുടെ രക്ഷിതാവായ അള്ളാഹുവിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഈ ചുടുകാറ്റിൽ ജീവിതം പണയപ്പെടുത്തി അതിനെക്കുറിച്ചൊരു ആശങ്കയുമില്ലാതെ അവർ അവരുടെ ആട്ടിൻകൂട്ടങ്ങളുമായി നടന്നു നീങ്ങുന്നത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു എന്ന് രേഖപ്പെടുത്തുന്നത് തികഞ്ഞ നിരീശ്വരവാദിയായ ഒരു പാശ്ചാത്യൻ ചിന്തകനാണ്. നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഇതാണ് വിശ്വാസി എന്ന് പറയുന്നത്. വിശ്വാസി ദുഃഖത്തെ മറികടക്കുന്നു, സന്തോഷത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു, ദുഃഖത്തെ മറികടക്കുകയും ചെയ്യുന്നു. ഇത് വിശ്വാസിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. എപ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സന്തോഷം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്? എപ്പോഴാണ് സന്തോഷം നഷ്ടപ്പെട്ടു പോകുന്നത്? സന്തോഷം നഷ്ടപ്പെടുത്തുന്ന ഒരു ജീവിത ചുറ്റുപാടിലാണ് ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നു നമ്മൾ കൂടുതൽ സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിചാരിക്കുന്നു നമ്മൾ കൂടുതൽ അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ കണ്ണുകളെ നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ആണ് ആധുനിക കാലഘട്ടം പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാം നമ്മൾ പ്രകടിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വലിയ വീടുകളും വലിയ കെട്ടിടങ്ങളും ആശുപത്രികളും ഹോസ്പിറ്റലുകളും അങ്ങനെ മനോഹരമായ ഒരു ചിത്രം. വലിയ റോഡുകൾ, വീതിയുള്ള റോഡുകൾ, ആധുനികമായ കാറുകൾ, ഒരു സൈക്കിൾ പോലും ഇല്ലാത്ത വീടുകളിലൊക്കെ 1ഉം 2ഉം പുതിയ കാറുകളൊക്കെ കാണുന്നു. വലിയ അഭിവൃദ്ധി നമ്മൾ കാണുകയാണ്. അപ്പൊ അഭിവൃദ്ധിയുടെ സന്തോഷത്തിന്റെ ഒരു ലോകത്താണ് യഥാർത്ഥത്തിൽ നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ നമ്മൾ കെട്ടിപ്പടുക്കുന്നതൊക്കെയും തന്നെ ഒരുതരം കോൺക്രീറ്റ് പ്രേതാലയങ്ങളാണെന്നും പലരുടെയും മനസ്സിന്റെ അകത്തും ഹൃദയത്തിനകത്തുമൊക്കെ തീയാണ് പുകഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നും നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സന്തോഷം കടിഞ്ഞാണില്ലാതെ പോകുന്നിടത്ത് മനുഷ്യൻ യഥാർത്ഥത്തിൽ ദുഃഖം നേരിട്ട് അനുഭവിക്കുന്നു എന്ന് മാത്രമല്ല, ആ ദുഃഖത്തെ സന്തോഷമായി പരിവർത്തിപ്പിക്കാൻ പോലും കഴിയാത്ത വിധം നിരാശയിൽ നിന്ന് നിരാശയിലേക്ക് എടുത്തെറിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആത്മഹത്യകൾ ഇവിടെ പെരുകിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ആത്മഹത്യകൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ചരമത്തിന്റെ പേജെടുത്ത് പരിശോധിച്ചാൽ ആത്മഹത്യ ചെയ്തവരുടെ കൂട്ടത്തിൽ മുസ്ലിങ്ങളുടെ പേരില്ലായിരുന്നു. ഒരു 5 വർഷം വരെ ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ മുസ്ലിങ്ങളുടെ പേരും വന്നുകൊണ്ടിരിക്കുന്നു. കാരണം എന്താ? മുസ്ലിം ജീവിക്കുന്നത് ഇസ്ലാമിക ജീവിതമല്ല. മുസ്ലിമിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്, അവനെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്നത് ആത്മഹത്യയിലേക്ക് മനുഷ്യനെ തെറ്റിക്കുന്ന ആർഭാടപ്രമത്തമായ ഭൗതികാസക്തമായ ആർത്തിയുടെ ജീവിത വീക്ഷണമാണ് പരലോകം ലക്ഷ്യം വെച്ച എന്നീ നിങ്ങളെയൊക്കെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പരലോകമാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. നമ്മൾ ഇഹലോകത്തെക്കുറിച്ച് നമുക്ക് നല്ല ബോധ്യമുണ്ട്. ഇത് കുറഞ്ഞ കാല ജീവിതം മാത്രമേ ഇഹലോകത്തിലുള്ളൂ. ആഖിറമാണ് എന്റെ ശാശ്വതമായ ജീവിത കേന്ദ്രം. അതാണ് എന്റെ ഭവനം. അവിടെ എനിക്ക് സ്വർഗമാണ് ലഭിക്കേണ്ടത്. ആ സ്വർഗത്തിലേക്കാണ് എനിക്ക് പോകേണ്ടത് എന്ന ഉത്തമ ബോധ്യം നമുക്കുണ്ട്. പക്ഷേ സ്വർഗം ഇല്ല എന്ന് വിശ്വസിക്കുന്ന, ആഖിറം ഇല്ല എന്ന് വിശ്വസിക്കുന്ന, അതുകൊണ്ട് മനുഷ്യ ദുനിയാവ് നീ സുഖിച്ച് ജീവിച്ച് തീർത്തോ എന്ന് പ്രഖ്യാപിക്കുന്ന, പരലോകവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്തവർ ഉണ്ടാക്കി തീർത്ത ഒരു സാമൂഹ്യ ക്രമത്തിൽ, ഒരു രാഷ്ട്രീയ ക്രമത്തിൽ, ഒരു ജീവിതക്രമത്തിൽ അതിന്റെ ഭാഗമായി അതിൽ ഇടചേർന്നുകൊണ്ട് നരകത്തിലേക്ക് പോകാനാണ് പലപ്പോഴും ജീവിതം കൊണ്ട് നമ്മളും തീരുമാനിച്ചിരിക്കുന്നത്.
അതുകൊണ്ട് തന്നെ മുസ്ലിം സമൂഹത്തിലും ആത്മഹത്യകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആർത്തി കൂടുമ്പോൾ പുതിയ പ്രതിസന്ധികൾ ഉണ്ടാകും. ആർത്തിയുടെ പൂർത്തീകരണം അസാധ്യമായ കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മനുഷ്യനെ കുറിച്ച് 2 സ്വർണത്തിന്റെ മലകൾ അവർക്ക് നൽകിയാൽ മൂന്നാമതൊരു മലയെക്കുറിച്ച്, മൂന്നാമതൊന്നിനെ കുറിച്ച് അവർ അതിനുവേണ്ടി അവർ ദാഹിച്ചുകൊണ്ടിരിക്കും, ചോദിച്ചു കൊണ്ടിരിക്കും. അവന്റെ കണ്ണ് നിറക്കാൻ മണ്ണിന് മാത്രമേ കഴിയുകയുള്ളൂ. പണ്ടൊരു രാജാവിന്റെ അടുത്ത് ചെന്ന് ഭൂമി ചോദിച്ച ഒരു കഥ നമുക്കറിയാം. നിനക്ക് ഓടിയിട്ട് കിട്ടുന്നിടത്തോളം എടുത്തോ, ആവശ്യത്തിന് ഭൂമി എടുത്ത് നിർത്താൻ മനുഷ്യന് സാധിക്കില്ല. അതുകൊണ്ട് ഓടി 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 വിശ്രമിച്ച് വെള്ളം കുടിച്ച് വീണ്ടും ഓടി ഭൂമി മുഴുവനും വെട്ടി വിടുങ്ങാൻ, ഏക്കർ കണക്കിന് ഭൂമി കിട്ടാൻ വേണ്ടി ഓടി 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 അവസാനം ഓട്ടം അതിന്റെ എല്ലാ താളവും തെറ്റിച്ചപ്പോ അവൻ അവിടെ വീണ് മരിച്ചു. അപ്പോൾ ഒരു ചോദ്യം, ഇനി നിനക്ക് എത്ര ഭൂമി വേണം? 6 അടി മണ്ണ് വേണം. അൽഹാഖു മുത്തകാതുർ ഹത്താ സുർത്തുമുൽ മക്കാബിർ. പരസ്പരം വെരുമനടിക്കുന്നതിന് വേണ്ടി, പൊങ്ങച്ച പ്രകടനത്തിന് വേണ്ടി മത്സരിച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തോട് ഖുർആൻ ചോദിക്കുന്ന ചോദ്യം, എത്ര വരെ നീ ഓടും? നിന്റെ ആർത്തി എന്ന് പൂർത്തിയാവും? ഈ മത്സരത്തിൽ നീ എന്ന് ജയിക്കും? ഈ മത്സരത്തിൽ നീ എത്രത്തോളം അനീതി പ്രവർത്തിക്കും? അപരന്റെ അവകാശം എത്രത്തോളം നീ തട്ടിത്തെറിപ്പിക്കും? എത്രത്തോളം തട്ടിത്തെറിപ്പിക്കും? ഹത്താ സുർത്തുമുൽ മക്കാബിർ. നീ നിന്റെ ഖബറിടം സന്ദർശിക്കുന്നത് വരെ. പിന്നെ നിനക്ക് എന്താ വേണ്ടത്? എവിടെയാണ് നിന്റെ ദുനിയാവ്? എവിടെയാണ് നിന്റെ ഭൂമി? എവിടെയാണ് നിന്റെ ആർഭാടപ്രമത്തമായ ജീവിതം? ഇവിടെയാണ് വിശ്വാസി മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം. നിരാശപ്പെടാതെ സന്തോഷത്തോടുകൂടി ഇഹലോകത്ത് ജീവിക്കുവാനും ആഖിറത്തിൽ സ്വർഗം ലഭിക്കുവാനും അള്ളാഹുവിലുള്ള ദൃഢവിശ്വാസവും ഉള്ളതിൽ തൃപ്തിപ്പെടാനുള്ള മാനസികാവസ്ഥയും നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സംതൃപ്തിയിൽ നിന്നും ദൃഢവിശ്വാസത്തിൽ നിന്നുമാണ് ആശ്വാസം ജനിക്കുന്നത്, സന്തോഷമുണ്ടാകുന്നത്. സംശയത്തിൽ നിന്നും വിശ്വാസത്തിലുള്ള സംശയത്തിൽ നിന്നും ദൃഢവിശ്വാസമില്ലായ്മയിൽ നിന്നും അതേപോലെ തന്നെ ഒന്നിലും തൃപ്തനാവാൻ കഴിയാതിരിക്കുമ്പോഴാണ് ഒരാൾ അസ്വസ്ഥനാവുന്നത്, നിരാശനാവുന്നത്, സന്തോഷം അവന് നഷ്ടപ്പെട്ടു പോകുന്നത് എന്ന് വളരെ മനഃശാസ്ത്രപരമായ ഉജ്ജ്വലമായ ഒരു വെളിപ്പെടുത്തൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ജീവിതാവസ്ഥയെക്കുറിച്ച്, നമ്മുടെ മനസ്സിന്റെ പ്രവണതകളെക്കുറിച്ച് വിലയിരുത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഇത് വെച്ചുകൊണ്ട് നമ്മൾ നന്നായിട്ട് കാര്യങ്ങൾ വിലയിരുത്തണം. എവിടെ നമ്മൾ നിൽക്കുന്നു? വിശ്വാസിയുടെ കോളത്തിലോ അതല്ല തനി അവിശ്വാസിയുടെ, പരലോക ബന്ധുവല്ലാത്ത ജീവിതം നയിക്കുന്ന അവിശ്വാസിയുടെ കോളത്തിലാണോ നമ്മൾ ഉള്ളത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. ആർത്തിയുടെയും ധൂർത്തിന്റേതും ദുർവയത്തിന്റേതുമായ ഒരു ജീവിത രീതി തീർച്ചയായിട്ടും അസ്വസ്ഥതകൾ മാത്രമേ സമ്മാനിക്കൂ. നമ്മുടെ ആർത്തി പൂർത്തീകരിക്കണമെങ്കിൽ ഒരുപാട് അതിക്രമങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും. സമാധാനത്തിൽ ജീവിക്കുന്ന നിങ്ങൾ വലിയ മനക്കോട്ടകൾ കെട്ടാൻ തീരുമാനിച്ചാൽ അത് പൂർത്തീകരിക്കണമെങ്കിൽ ഹറാമിന്റെ വഴികളിലൂടെ തന്നെ നിങ്ങൾ പോകേണ്ടി വരും. അല്ലാതെ നിങ്ങൾക്ക് രക്ഷയില്ല. അപ്പോൾ നിങ്ങൾ ഹറാമിലേക്ക് പോകും. ഹലാലും ഹറാമും നിങ്ങൾക്ക് തിരിയാതെ വരും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, എന്റെ ജനതയ്ക്കൊരു കാലം വരാനിരിക്കുന്നു, അവർ ഹലാലാണോ ഹറാമാണോ എന്ന് പരിഗണിക്കാതെ ധനം തിന്നുന്ന ഒരു കാലം. ഇത് ഹറാമാണോ ഒന്നും പരിഗണിക്കുകയില്ല. അവരവരുടെ താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടി വളഞ്ഞ വഴികൾ സ്വീകരിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോകും. കാരണം അവരുടെ ആർത്തി പൂർത്തീകരിക്കണം. തന്റെ സാധ്യതകളും തന്റെ കഴിവുകൾക്കും അപ്പുറത്തുള്ള ആർത്തി എനിക്ക് പൂർത്തീകരിക്കാൻ സാധിക്കണമെങ്കിൽ നന്ന ചുരുങ്ങിയത് ഒരു പലിശ ബാങ്കുമായിട്ടെങ്കിലും ഞാൻ ഇടപഴകേണ്ടി വരും, ലോണെങ്കിലും എടുക്കേണ്ടി വരും, ഉറപ്പാ. അതിലും തീരാതെ വരുമ്പോഴാണ് നമ്മുടെ പുതിയ തലമുറ പലവിധ അക്രമങ്ങളിലേക്കും ഇറങ്ങിത്തിരിക്കുന്നത്, കൊള്ളകളിലേക്കും കൊള്ളിവെപ്പിലേക്കും ഇറങ്ങിത്തിരിക്കുന്നത്. ഇന്നത്തെ ഈ ജീവിതം അടിച്ചു പൊളിച്ച് ജീവിതം തീർക്കണമെങ്കിൽ പണം ധാരാളം ആവശ്യമുണ്ട്. അങ്ങനെ ക്രിമിനലുകൾ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വലിയ സാമൂഹ്യ തിന്മകളായി സന്തോഷം കടിഞ്ഞാണില്ലാതെ സഞ്ചരിക്കുമ്പോൾ അതൊരു സാമൂഹ്യ തിന്മയായി നമ്മുടെ സമൂഹം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ വിശ്വാസി ഒരിക്കലും അങ്ങനെയായിരിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു പറയുന്നു, വലാ തുമുദ്ദന്ന ഐനൈക ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജം മിൻകും സഹറത്തുൽ ഹയാത്തിദ് ദുനിയ ലിനഫ്തിനകും ഫീ. വിവിധങ്ങളായ വ്യത്യസ്തരായ ജനങ്ങൾക്ക് നാം ഒരുപാട് ഭൗതികമായ ആർഭാടമായിട്ട് തന്നെ വിഭവങ്ങൾ നൽകിയിട്ടുണ്ട്. നിങ്ങളതിൽ കണ്ണുവെക്കരുത്. നിങ്ങളോടൊപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ചിലർക്ക് ആർഭാടപ്രമത്തമായ ജീവിതത്തിന് ആവശ്യമായ വിഭവങ്ങൾ നമ്മൾ കൊടുത്തിരിക്കുകയാണ്. നിങ്ങളതിൽ കണ്ണുവെക്കരുത്. കാരണം എന്താ? നമ്മളത് അവർക്ക് നൽകിയിരിക്കുന്നത് എന്തിനാണ്? നമ്മളവരെ പരീക്ഷിക്കുന്നതിന് വേണ്ടി. ലിനഫ്തിനകും ഫീ. നമ്മളവരെ പരീക്ഷിക്കുകയാണ്. അവർ കടിഞ്ഞാണില്ലാതെ പോകുന്നുണ്ടോ? അള്ളാഹുവിന് നന്ദി കാണിക്കാതെ ധിക്കാരികളായി, സാമൂഹ്യദ്രോഹികളായി, പരലോകത്തെ മറന്ന്, പടച്ചോനെ മറന്ന്,
മതിമറന്നവർ ജീവിക്കുന്നുണ്ടോ? ലിനഫ്തിനഹും ഫീ, അവരെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. അങ്ങനെയുള്ള ഒരു പരീക്ഷണ വസ്തുവിൽ നിങ്ങൾ ഒരിക്കലും കണ്ണുവെക്കരുത്. അത്തരമൊരു പരീക്ഷണം നിങ്ങൾ ചോദിച്ചു വാങ്ങരുത് അള്ളാഹുവിനോട്. അത് പരീക്ഷണമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മിപ്പിക്കുകയാണ്. വറിസ്ഖു റബ്ബിക ഖൈറും വ അബ്ക, നിങ്ങൾക്ക് അള്ളാഹു നൽകിയത് എത്ര ലളിതമാണെങ്കിലും എത്ര ചെറുതാണെങ്കിലും അതാണ് നിലനിൽക്കുന്ന വിഭവങ്ങൾ, അതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉത്തമം, അതാണ് ശാശ്വതം, അതാണ് സുന്ദരം, മനോഹരം. അതിൽ സംതൃപ്തമായ ജീവിതം നിങ്ങൾക്ക് സാധ്യമാണ്. അസാധ്യമായ പരീക്ഷണത്തിന്റെ വിഭവങ്ങൾ നിങ്ങൾ ചോദിച്ചു വാങ്ങരുത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നു, നിങ്ങൾ അതിലേക്ക് കണ്ണുവെക്കരുത്. ഈസാ അലൈഹിസ്സലാം ഒരിക്കൽ പറഞ്ഞു, എത്ര ലളിതമായിട്ടാണ് ഞാൻ ജീവിക്കാൻ ശ്രമിക്കുന്നത്. എന്റെ ടോർച്ച്, എന്റെ വിളക്ക്, എന്റെ വെളിച്ചം എന്ന് പറയുന്നത് സിറാജി അൽ ഖമർ, ചന്ദ്രനാണ് എന്റെ വെളിച്ചം, ചന്ദ്രനാണ് എന്റെ വെളിച്ചം. എന്റെ കാലുകൾ, അതാണ് എന്റെ വാഹനം, കാലാണ് എനിക്ക് വാഹനം. ഞാൻ എപ്പോഴും നടന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്റെ വസ്ത്രം എന്ന് പറയുന്നത് ഈ ശരീരം തന്നെയാണ്, അതിന്റെ രോമങ്ങളാണ് എന്നെ മൂടിപ്പൊതിച്ചിരിക്കുന്ന എന്റെ വസ്ത്രം എന്ന് പറയുന്നത്. ഇത്തിരി ബാർലി മാത്രമാണ് എന്റെ ഭക്ഷണം. എന്നെ ഈ കണങ്കൈ, ഇതാണ് എന്റെ തലയണ, ഇത് തലയ്ക്ക് വെച്ച് ഞാൻ അന്തി ഉറങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് ഈസാ അലൈഹിസ്സലാം പറഞ്ഞു, അബൈതു വലൈസ ലീ ശൈഉൻ, ഞാൻ രാത്രിയിലേക്ക് പ്രവേശിക്കുന്നു, ഒരു പകല് പൂർത്തീകരിച്ചുകൊണ്ട് ഞാൻ രാത്രിയിലേക്ക് പ്രവേശിക്കുന്നു. വലൈസ ലീ ശൈഉൻ, എന്റെ കയ്യിൽ ഭൗതികമായിട്ട് ഒരു വിഭവവും ഇല്ല. വഅസ്ബഹ വലൈസ ലീ ശൈഉൻ, നേരം വെളുക്കുന്നു, നേരം വെളുക്കുമ്പോഴും എന്റെ കയ്യിൽ ഭൗതികമായ ഒരു വിഭവമില്ല. വലൈസ അലാ വജ്ഹിൽ അർളി അഗ്നാ മിന്നി, പക്ഷേ ഈ ഭൂലോകത്ത് എന്നേക്കാളും ധന്യനായി, എന്നേക്കാളും ഐശ്വര്യവാനായി, എന്നേക്കാളും മനസ്സംതൃപ്തി ഉള്ളവനായി, സന്തോഷമുള്ളവനായി, ആനന്ദമുള്ളവനായി ആരുമില്ല ഈ ലോകത്ത്. പക്ഷേ എന്റെ ഭക്ഷണം ഇത്തിരി ബാർലി മാത്രമാണ്, കൂടുതൽ വസ്ത്രങ്ങളൊന്നുമില്ല, നടന്നു പോകുന്നു. ഒരു വെളിച്ചം എന്ന നിലക്ക് ഈ ചന്ദ്രൻ, അതിന്റെ പ്രകാശത്തിൽ അങ്ങനെ നടന്നു പോകുന്നു ഞാൻ. അതാണ് എത്ര ലളിതമായ ജീവിതം. എന്നിട്ട് ഈസാ അലൈഹിസ്സലാം പറയുന്നു, എന്നെ പോലെ ഈ ഭൂലോകത്ത് ഐശ്വര്യമുള്ളവരായിട്ട് ആരുമില്ല, അത്രത്തോളം ഞാൻ സന്തുഷ്ടനാണ്, സംതൃപ്തനാണ്, സമാധാനമുള്ളവനാണ്, സന്തോഷമുള്ളവനാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ലൈസൽ ഗിനാ അൻ കത്റത്തിൽ അർദ് വലാകിന്നൽ ഗിനാ ഗിനൻ നഫ്സ്, യഥാർത്ഥത്തിൽ ഐശ്വര്യം എന്ന് പറയുന്നത് അത് ഇവിടെയാണ്, മനസ്സിലാണ്, ഹൃദയത്തിലാണ്. സന്തോഷമാണത്, സമാധാനമുണ്ട്. ഏറ്റവും കുറഞ്ഞ വിഭവങ്ങളിലും സന്തോഷത്തോടുകൂടി ഞാൻ ജീവിക്കുന്നു എന്നതാണ് എന്റെ ഐശ്വര്യം. ഏറ്റവും കൂടുതൽ വിഭവങ്ങളിൽ വളരെ അസ്വസ്ഥതയോടുകൂടി ഞാൻ ജീവിക്കുന്നു എന്നുള്ളത് പുറത്തുനിന്ന് കാണുന്നവന് ഐശ്വര്യമാണെങ്കിലും ആ ജീവിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം നരകതുല്യമായ ഇഹലോകമാണ്. അത് ഭൗതികവാദിയായാലും വിശ്വാസിയായാലും നരകതുല്യമായ ഇഹലോക ജീവിതമാണ് അവന് ലഭിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഗിന എന്ന് പറയുന്നത് ഗിനൻ നഫ്സ്, നമ്മുടെ മനസ്സിന്റെ ഐശ്വര്യമാണ്, അതിന്റെ സന്തോഷമാണ്. അഥവാ സംതൃപ്തി എന്ന് പറയുന്നത് നമുക്കുണ്ടാവണമോ നമ്മൾ അത്യാർത്തി ഒഴിവാക്കണം, നമ്മൾ ധൂർത്തൊഴിവാക്കണം. തന്നിലില്ലാത്തത് മറ്റുള്ളവരിൽ കാണുന്നതിൽ കൊതിയൂറുന്ന നോട്ടവുമായി അത് നേടിയെടുക്കുന്നതിന് വേണ്ടി അവിഹിത മാർഗങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന ആർത്തിപ്പണ്ടാരങ്ങളായി നമ്മൾ മാറാതിരിക്കണം. തന്റെ കഴിവിലുള്ളത്, തനിക്ക് അള്ളാഹു നൽകിയത് അതിൽ സംതൃപ്തരായി, അള്ളാഹു നൽകിയത് തൃപ്തരായി, അള്ളാഹുവിന്റെ വിധിയിൽ തൃപ്തരായി, ആഖിറത്തിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് അള്ളാഹു നൽകിയ എല്ലാത്തിലും ഖൈറുണ്ട് എന്ന വിശ്വാസം ഇന്നിനെയും വർത്തമാനകാലത്തെയും സമാധാനത്തിന്റേതായ ഒരു ജീവിതം നയിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കും വിധം ആഖിറത്തിൽ അള്ളാഹുവും അള്ളാഹുവിന്റെ പരലോകവും അവിടുത്തെ രക്ഷാഭിക്ഷയെക്കുറിച്ചുള്ള ദൃഢവിശ്വാസം, ആഖിറത്തിൽ എനിക്കൊരു രക്ഷയുണ്ട്, ഒരു സ്വർഗമുണ്ട് എന്ന പ്രതീക്ഷ, ഭാവിയെക്കുറിച്ചും അതേപോലെ തന്നെ ആഖിറത്തിനെ കുറിച്ചുമുള്ള ഒരു പ്രതീക്ഷ നമ്മളിൽ ഉണ്ടാക്കിക്കൊണ്ട് ഇഹലോക ശാന്തിയും ആഖിറത്തിന്റെ സമാധാനത്തിന്റെയും അർഹനായി മാറാൻ വിശ്വാസിക്ക് കഴിയണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, വിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഹലോകത്ത് ഏറ്റവും ലളിതമായ അള്ളാഹു നൽകിയ വിഭവങ്ങളിൽ സംതൃപ്തരായി, ആർത്തിയില്ലാതെ, സന്തോഷത്തോടുകൂടി, എന്നാൽ സന്തോഷത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന, ദുഃഖത്തിൽ ജീവിതത്തെ തളച്ചിടാതെ വിശ്വാസം കൊണ്ട് അതിനെ മറികടക്കാൻ കഴിയുന്ന, ആഖിറത്തിൽ സ്വർഗത്തിന്റെ അവകാശികളായി തീരുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ, മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.